ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കണ്ണൻ. ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി വീടൊക്കിൽ. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ നമ്മുടെ ഫുഡ് ഫാം അപ്ഗ്രേഡ് ചെയ്തു. അതുപോലെ സ്പ്രൂസ് വുഡും കിട്ടി. ഇത് ആ മലയുടെ അവിടെ കുറച്ച് വുഡ് ഉണ്ടായിരുന്നു, അത് ഒപ്പിക്കാൻ പോയി. അത് മാത്രമല്ല ഗൈസ്, അവിടെ പോയപ്പോൾ അവിടെ ഡാർക്ക് ഓക്ക് ഉണ്ടായിരുന്നു, പിന്നെ പെയിലോക്ക് ഉണ്ടായിരുന്നു. ആ രണ്ടും ഞാൻ കൊണ്ടുവന്നു. നമുക്ക് അതിലൊക്കെ പോവാം. അതിന് മുന്നേ ഞാൻ നമ്മുടെ ഫാമിന് ചുറ്റും നല്ല ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് വാങ്ങട് വേണ്ട, ഫാം നല്ല വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ലീഫിന് എൻട്രൻസ് പൊട്ടിച്ച് കളഞ്ഞു, കാണുമ്പോൾ സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് വെച്ചു. പിന്നെ എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഫെൻസൊക്കെ എടുത്ത് സൈഡിലൊന്നും ചാടി വരാതിരിക്കാൻ അത് കുറേ പരിപാടിയൊക്കെ ഒപ്പിച്ചു ഞാനേ. അപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം. സോ അതിന് മുന്നേ എനിക്ക് ഒരു ലെതർ ബൂട്ട്സ് ഉണ്ടാക്കണം. കാരണം അവിടെ അപ്പടി പൗഡർ സ്നോയാ എത്ര വട്ടാന്ന് വെച്ചാവാൻ പോയത്. അതുകൊണ്ട് മോനെ സോറി, എനിക്ക് ലെതർ വേണം. സോറി ആ നിങ്ങൾ താങ്ങട്. അല്ല പിന്നെ നിനക്കെല്ലാം പരാതി ഉണ്ടാ ഉണ്ടെങ്കിൽ സഹിച്ചെന്ന് പറയാനായിരുന്നു. പിന്നെ പോയിട്ട് ലെതർ ബൂട്ട്സ് ഉണ്ടാക്കട്ടെ. ഓക്കെ, അങ്ങനെ അതുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് വാ, ഇനി ഇത് ഇടട്ടെ. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ നിങ്ങളെ അങ്ങോട്ട് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം കണ്ട. അവിടെ സ്പ്രൂസ് ഉണ്ടില്ലേ, അവിടെ നേരെ വരികയാണെങ്കിൽ കണ്ട ഇവിടെ ആയിട്ട് മറ്റേ പെയിലോക്ക് ഉണ്ട്. കഴിഞ്ഞിട്ടില്ല. ഞാൻ അടിക്ക് വരുമ്പോൾ നോക്കിയേ, അവിടെ ആയിട്ട് മറ്റേ നോർമൽ ഡാർക്ക് ഓക്കും ഉണ്ട്. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഇത് കണ്ടത്. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ റെക്കോർഡ് ക്ലച്ചിങ് അല്ല. പിന്നെ വാട്ടർ ബക്കറ്റ് എമൾജി ദൈവം എന്ന് പറഞ്ഞാൽ വാട്ടർ ബക്കറ്റ് എമൾജി ദൈവം എന്താണ്ട. ഇവിടെ ഞാൻ സാപ്ലിങ് ഒപ്പിച്ചു, നമ്മുടെ ബേസ് കൊണ്ടുപോയി നട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേ വുഡ് കിട്ടി ബേസ് പണിയാൻ. അല്ല അപ്പോൾ പിന്നെ ബേസ് എത്തിയ ഫാം കൂടി കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ഓക്കെ, അവിടെ വെച്ച് കാണാം നിങ്ങൾക്ക്. ഞാൻ എൻ്റെ വീടെത്തി. ഇനി എവിടെയാണ് ഫാം നട്ടേക്കുന്നത്? നേരെ വരുമ്പോൾ കണ്ട അവിടെ സ്പ്രൂസിനെ ഓൾറെഡി മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ പെയിലൊക്കെ വളർന്നിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ എല്ലാ മരം കൊണ്ട് നട്ടത്. സത്യം പറയാലോ, അധികം സമയം നിർത്തിയിട്ടില്ല. ഇത് ഇവിടെ നട്ടുണ്ട്, പക്ഷേ മാത്രം വളർന്നിട്ടില്ല. ബാക്കി 2 എണ്ണം വളർന്നു. സാപ്ലിങ് വെച്ചു. ഞാൻ റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്യായിരുന്നു വീട് പണിയാൻ. ഞാൻ വീട് പണി ഉദ്ദേശിച്ചാൽ നിങ്ങൾ നേരത്തെ കാണിച്ചാലും തന്നെ. അപ്പം ഞാൻ വീട് പണിയാൻ ടൈം ലാപ്സ് നിങ്ങൾ കണ്ടിട്ട് വാ. നിങ്ങൾ കാണുന്ന പോലെ ഞാൻ നമ്മുടെ ബേസിൻ്റെ പില്ലർ പണിതുകൊണ്ട് നിൽക്കുക. പക്ഷേ ഹൈറ്റ് കുറച്ച് കൂടിപ്പോയി, ഒന്ന് കുറച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് ചാട് കിട്ടിയില്ല. ഇങ്ങോട്ട് വാ അങ്ങോട്ട്. ഇനി നമുക്ക് അടുത്തത് പണിയാൻ തുടങ്ങണം. 1 2 3 4 5 ഇതാരത്? അത് ശരി, ഓടർന്ന് പൊട്ടരുത്, ഓടർന്ന്. ഓക്കെ, അവന് കൊന്നു. അപ്പോൾ നിങ്ങൾ പോയി ബാക്കി കണ്ടിട്ട് വാ. ബിൽഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലായിട്ട് ഒരുത്തം അങ്ങോട്ട് വരുന്നുണ്ട്. പോടാർന്ന് പൊട്ടി. വല്ലാത്ത തലവേദനയാണല്ലോടേ. ഇപ്പം ഞാൻ മൊത്തം മൂടണ്ടേ. ഓക്കെ, ഞാൻ മൂടട്ടെ. അപ്പോഴേക്കും നിങ്ങൾ ബാക്കി കണ്ടിട്ട് വാ. ഇങ്ങോട്ട് വാങ്ങട്, മൂടങ്ങട്. എന്നാലും എൻ്റെ ബിൽഡിൻ്റെ സ്ഥലം അമ്മ.
ഓക്കെ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് എത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. പേടിക്കണ്ട, ഞാൻ അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ ഞാൻ വീട് ഫുള്ളാക്കിയിരിക്കും. അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് സമയം കിട്ടില്ല ഗൈസ്, കാരണം ഞാൻ ട്യൂഷന് പോകണ്ടേ. അപ്പോൾ ഒന്ന് എത്തിയത് തന്നെ 3 മണിക്കാണ്. അപ്പോൾ ഇനി ഇത് വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ സമയം എടുക്കുന്നു ഗൈസ്. സോ നിങ്ങളാരും ദേഷ്യപ്പെടരുത്, ഞാൻ അടുത്ത എപ്പിസോഡിൽ ഈ വീട് ഫുള്ളാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.